നമസ്കാരം. മമ്മൂട്ടി ഫാൻസിൻ്റെ വിചാരം ആന വാ പൊളിക്കുന്നത് കണ്ടിട്ട് അണ്ണാൻകുടി വാ പൊളിച്ചു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കമൻ്റ് ഇടാനും പോസ്റ്റ് ചെയ്യാനൊക്കെ ആർക്കും പറ്റും. ഓക്കെ, പക്ഷേ തിയേറ്ററിൽ വന്ന് പൈസ മുടക്കി സിനിമ കാണണമെങ്കിൽ അതും നമ്മൾ ടി വിയിൽ നിന്ന് 10-100 വട്ടം കണ്ടൊരു സിനിമ തിയേറ്ററിൽ വീണ്ടും കണ്ട് അത് ആഘോഷമാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ഫാൻ ബേസ് ഉള്ള താരത്തിനെ പറ്റുള്ളൂ അല്ലേ? അത് ഈ സോഷ്യൽ മീഡിയ തള്ളു കണ്ടിട്ട് ഇപ്പോഴും മമ്മൂട്ടി ഫാൻസ് അല്ലെങ്കിൽ മമ്മൂട്ടി ഫാൻസിനെ തള്ളു കണ്ടിട്ട് പടം ഇറക്കിയ വിഡ്ഢികളെ പറഞ്ഞാൽ പോരെ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചായക്കുള്ള ഒരു പടം റിലീസ് ചെയ്യുമ്പോൾ കോസ്റ്റ് എന്തായാലും വരും, ആ കോസ്റ്റ് തിരിച്ചു കിട്ടിയോ എന്നാണ് ഇവിടെ ചോദ്യം. ചില ആൾക്കാർ പറയുന്നുണ്ട് അമരം ഒരു ഇമോഷണൽ ആയിട്ടുള്ള അങ്ങനെ ഒരു ബേസ് ആയിട്ടുള്ള സിനിമയാണെന്നുള്ളത്. ഓക്കെ, സമ്മതിച്ചു. അപ്പോൾ ഈ ദേവദൂതനം അടിച്ചുപൊളി പടമാണോ? അല്ല. അപ്പം ഒന്ന് മനസ്സിലാക്കുക, കാലം മാറി. തിയേറ്ററിൽ കളക്ഷനൊക്കെ ഇപ്പം പരസ്യമാണ്, ആർക്കും ട്രാക്കായി വന്ന പോലെയാണ് തിയേറ്റർ കളക്ഷനൊക്കെ. ₹1 ഉണ്ടെങ്കിൽ പോലും പണ്ടൊക്കെ നമുക്ക് ആളുകൾ പൈസയും കൊടുത്ത് മാസികയിലോ അല്ലെങ്കിൽ അവിടെയൊക്കെ എഴുതിയിട്ട് ഞാൻ മെഗാ സ്റ്റാറാണ് മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളത് വിശ്വസിക്കും, കാരണം പ്രൂഫൊന്നും ഇല്ല. ഇപ്പോൾ അതല്ല, ഇപ്പോൾ ഒരാൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ പ്ലീസ് സ്റ്റോപ്പ് ദിസ് കമ്പാരിസേഷൻ.